അവിടെ പ്രേക്ഷകർ ഡൽഹിയിൽ നടന്ന AI ഉച്ചകോടിയുടെ സമാപന ദിവസമായിരുന്നു ഇന്ന് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇതിനെ തൊട്ട് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ വീടിന് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധം എന്നൊരു വാർത്ത വരുന്നു. AI ഇമ്പാക്ട് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വസ്ത്രമൂരി പ്രതിഷേധിച്ചതിനെതിരെയാണ് ഈ പ്രതിഷേധം. ശരത്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ശരത്ലാൽ, ഇന്ത്യ-US വ്യാപാര കരാറിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ വസ്ത്രമൂരിയുള്ള പ്രതിഷേധം. ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന് ആരോപിച്ച് ഇപ്പോൾ പ്രതിഷേധം എങ്ങനെ അവിടെ നടക്കുന്നു? പോലീസ് എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിലെ സാഹചര്യം എന്താ? ലക്ഷ്മി, യുവമോർച്ചയാണ് അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമാണ് നടന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കാണ്, സൊനാരി ബാഗ് റോഡിലുള്ള രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അതായത് വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സേവാ തീർത്ത് അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദ്ഘാടനം ചെയ്തത്. അതിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ പോലീസ് അവരെ തടയുകയും എന്നാൽ അവിടെ പോലീസിനെ അമ്പരപ്പിച്ചുകൊണ്ട് കോലം കത്തിക്കുകയും ചെയ്തു. കാരണം ഇത്രയും തന്ത്രപ്രധാന മേഖലയിൽ തീ കത്തിക്കുന്നത് തന്നെ വളരെ വലിയ ഒരു ഭയാശങ്കകളാണ് പടർത്തിയത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. യുവമോർച്ച പ്രവർത്തകർ കോലം കത്തിക്കുകയും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയെ അപമാനിച്ചു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ്സുകാർ എന്നാണ് യുവമോർച്ചയുടെ ആരോപണം. നാളെയും ഇത് സംബന്ധിച്ചുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് നടത്താനാണ് യുവമോർച്ചയുടെ തീരുമാനം. ഏതായാലും ഇത് ഒരു ഇന്ത്യയെ അപമാനിച്ചു കോൺഗ്രസ് എന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാനാണ് BJPയും അതിൽ യുവമോർച്ചയും ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലക്കാണ് ഇപ്പോൾ യുവമോർച്ചയുടെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കുള്ള പ്രചരണം. യുവമോർച്ച നേതാക്കൾ വ്യക്തമാക്കിയത് തന്നെ ഇത് രാഹുൽ ഗാന്ധിയാണ് യൂത്ത് കോൺഗ്രസിനെ ഇത്തരം ഒരു വേദിയിൽ ഇന്ത്യയെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം പരിപാടിയാണെന്നും അതുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വേദിയിലേക്ക് അല്ലെങ്കിൽ സമ്മേളന നഗരിയിലേക്ക് ഒളിച്ചു കടത്തിയുമെന്നാണ് യുവമോർച്ചയുടെ ആരോപണം. ഇത് നാളെ BJP ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ത്യയെ ഉച്ചകോടി വേദിയിൽ വെച്ച് ലോകരാജ്യത്തിന് മുമ്പിൽ രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് അപമാനിച്ചു എന്നതാണ് യുവമോർച്ചയുടെ ആരോപണം. അതുകൊണ്ടാണ് ഇത്തരമൊരു മാർച്ച് അല്പസമയം മുമ്പ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. ശരത്തിലാണ് ഇവർക്ക് നൽകിയത് ഡൽഹിയിൽ നിന്ന്.